ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രാഞ്ചസ് ഓഫ് ബയോളജി. നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവനുള്ള വസ്തുക്കളുടെ പഠനത്തെ വിളിക്കുന്ന പേരാണ് ബയോളജി എന്ന്. ഈ ബയോളജിക്ക് വിവിധ തരത്തിലുള്ള ബ്രാഞ്ചസ് ഒരുപാടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സോ ആദ്യം തന്നെ എന്താണ് സയൻസ്? സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻഷ്യ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്, സയൻസ് എന്ന വാക്ക്. ആൻഡ് സയൻഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ്, അറിവ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി എന്താണ് ഒരു ബയോളജി? ബയോ പ്ലസ് ലോജി അല്ലെ, എന്താണത്? ഈ ബയോളജി എന്ന് പറയുന്നത് രണ്ട് ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ബയോസ് പ്ലസ് ലോഗോസ്. എന്താണ്? ബയോസ് പ്ലസ് ലോഗോസ്. ബയോസ് പ്ലസ് ലോഗോസ്. അപ്പൊ എന്താണ് ബയോസിന്റെ അർത്ഥം? ലൈഫ്, ജീവനുള്ളവർ. ആൻഡ് ലോഗോസ് വിച്ച് മീൻ സ്റ്റഡി. അതാണ് സ്റ്റഡി ഓഫ് ലൈഫ്. ബയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ലൈഫ്. ജീവനുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ബയോളജി. ഓക്കെ അല്ലേ? സയൻസ് എന്ന് പറയുന്ന ഒരു അറിവ് എടുത്തു കഴിഞ്ഞാൽ, നോളജിന്റെ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന കോർ ബ്രാഞ്ചസിൽ ഒരുപാട് കോർ ബ്രാഞ്ചസുകൾ ഉണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, അതുപോലെയുള്ളൊരു കോർ ബ്രാഞ്ച് ആണ് എന്ത്? ബയോളജി എന്ന് പറയുന്നത്. ആൻഡ് ഈ ബയോളജി എന്ന് പറയുന്ന ഈ ടേം നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള ബയോസ് പ്ലസ് ലോഗോസിൽ നിന്നാണ്. എന്താണ് ബയോസ്? ബയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ്, ലോഗോസ് വിച്ച് മീൻ സ്റ്റഡി. ആൻഡ് ആരാണ് ഈ ബയോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ബയോളജി എന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക്. സ്പെല്ലിംഗ് GEAN, JEAN, ജീൻ ബാപ്റ്റിസ്റ്റ്, BAPTISTE, ലമാർക്ക്, LAMARCK. ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക് ആണ് ആദ്യമായിട്ട് ബയോളജീനെ ആ ഒരു ടേം കൊണ്ടുവന്നത്. ലമാർക്കിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സിദ്ധാന്തമുണ്ട്. ലമാർക്കിസംസ് എന്നൊക്കെ നമ്മൾ പറയും, തിയറി ഓഫ് ലമാർക്സ് ഓർ ലമാർക്കിസംസ് എന്നൊക്കെ പറയും. ഒന്നുമല്ല, ചെറിയൊരു തമാശയാണത്. പുള്ളി പറഞ്ഞിരുന്നത്, പണ്ട് കാലത്ത് ഈ പാമ്പുകൾക്ക് നമ്മളെ പോലെ തന്നെ കാലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവര് ആ കാല് ഉപയോഗിക്കാതെ, കാരണം അവര് ഇഴഞ്ഞാണല്ലോ പോകുന്നത്, ആ കാല് കുറെ നാളിങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തനി ആ കാല് കൊഴിഞ്ഞു പോയി. ഓക്കെ. ആൻഡ് ഈ ജിറാഫിന്റെ കഴുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നല്ല നീണ്ടിട്ടാണ്. പക്ഷെ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പണ്ട് കാലത്ത് മാൻകുഞ്ഞുങ്ങളെ പോലത്തെ കഴുത്തായിരുന്നു ആർക്ക്? ജിറാഫിന്. അപ്പൊ അവര് അവരുടെ എന്താ പറയാ, പരിസരത്തുള്ള പുല്ലും ചെറിയ ചെറിയ ഗ്രാസുകളൊക്കെ, ചെറിയ ചെറിയ ഷ്രബ്സ് ഒക്കെ കഴിച്ചാണ് വളർന്നു വന്നിരുന്നത്. ഓക്കെ. എന്നാൽ പിന്നീട് ഈ പറഞ്ഞ ഹെർബും ഷ്രബ്സിനൊക്കെ ക്ഷാമം വന്നു. അതായത് എല്ലാരും കഴിച്ച് സ്കാർസിറ്റി വന്നു. സ്കാർസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ക്ഷാമം. ഈ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജിറാഫിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഭക്ഷണമുള്ളിടത്തേക്ക് കഴുത്തിങ്ങനെ എത്തിച്ച് കഴിക്കേണ്ടി വന്നു. ഓക്കെ. അപ്പൊ ഈ വലിയ മരങ്ങളിലേക്ക് കഴുത്തിങ്ങനെ ഏന്തി വലിഞ്ഞു കയറുന്നതനുസരിച്ച് പിന്നീട് ജിറാഫിന്റെ കഴുത്തിന് നീളം വെച്ചു എന്നാണ് ലാമാർക്ക് പറയുന്നത്. പിന്നീട് തിയറംസ് ഒക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ സയൻസ്. ഇനി ആരാണ് ലാമാർക്ക് പേര് കൊടുത്ത് രൂപീകരിച്ച ബയോളജിയുടെ ഫാദർ ഓഫ് ബയോളജി? ആൻഡ് ദാറ്റ് ഈസ് അരിസ്റ്റോട്ടിൽ. ആരാണ്? അരിസ്റ്റോട്ടിൽ. അപ്പൊ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളിയാണ് ആദ്യത്തെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ. പുള്ളി നേരെ പോയിട്ട് പ്ലാന്റ്സ്, ആനിമൽസ്, രണ്ട് ടീംസ് ആക്കി തിരിച്ചു. പ്ലാന്റ്സിനെ ആദ്യമായിട്ട് ഹെർബ്, ഷ്രബ്, ട്രീസ്, അതായത് ചെറിയ ചെടികൾ, ഈ നമ്മുടെ എന്താ പറയാ താഴത്ത് നിലം പതിച്ചു നിൽക്കുന്ന ചെടികള്, ദാറ്റ് ഈസ് ഹെർബ്.
കുറ്റിച്ചെടികള് ഷ്രബ്, ഉയർന്ന മരങ്ങള് ട്രീസ്. ഓക്കെ, ആനിമൽസിനെ രണ്ടാക്കി തിരിച്ചു, റെഡ് ബ്ലഡഡ് ആൻഡ് നോൺ റെഡ് ബ്ലഡഡ്. ചുവന്ന രക്തമുള്ള ആനിമൽസും ചുവപ്പല്ലാത്ത രക്തമുള്ള ആനിമൽസ്, വൈറ്റ് ബ്ലഡ്, കോൾഡ് ബ്ലഡഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ആനിമൽസ്. അങ്ങനെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ബയോളജിയിൽ കൊണ്ടുവന്ന ആളാണ് ഫാദർ ഓഫ് ബയോളജി ആയിട്ട് അറിയപ്പെടുന്ന അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഇനി ബയോളജി എടുക്കുകയാണെങ്കിൽ അതിൽ മേജർ സബ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ബോട്ടണിയും സുവോളജിയുമാണ്. അത് ആ ക്ലാസിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, പ്ലാന്റ്സും അനിമൽസുമായിട്ടാണ് അരിസ്റ്റോട്ടിൽ എന്തിനെ ക്ലാസിഫൈ ചെയ്തത്? ബയോളജിനെ ക്ലാസിഫൈ ചെയ്തത്. പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനം, പ്ലാന്റ്സിന്റെ എല്ലാ ബ്രാഞ്ചുകളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ബോട്ടണി. ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഇറ്റ്സ് morphological structures and its consequences are termed as botany. ഇനി മൂപ്പരുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എലമെന്റ് ആയിട്ടുള്ള ആനിമൽസിനെ കുറിച്ചുള്ള പഠനം, അതാണ് എന്ത്? സുവോളജി. നമുക്കപ്പോ ഓരോരുത്തരെയും ഒന്ന് എടുത്തു പഠിക്കാം. സോ ആദ്യം വരുന്നത് ബോട്ടണിയാണ്. ബോട്ടണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സുകളുടെ പഠനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോട്ടണിയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ആൻഡ് ഈ പഠനത്തിന് ആദ്യമേ നിലം കുറിച്ച് ഒരുപാട് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ഔഷധമായിട്ടുള്ള മരുന്നുകളും എല്ലാം അങ്ങനെയുള്ള മെഡിസിനൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ഒരാളാണ്. അദ്ദേഹമാണ് ഈ ബോട്ടണിയുടെ പിതാവ്, മറ്റാരുമല്ല, തിയോഫ്രട്ടസ്. ആരാണ്? തിയോഫ്രട്ടസ്. ഇനി ബോട്ടണിയിൽ തന്നെ വരുമ്പോഴത്തേക്കും ബോട്ടണിയിലെ പല സബ് ബ്രാഞ്ചുകളുണ്ട്. ജീവനുള്ള ലിവിങ് പ്ലാന്റ്സിന്റെ പല സബ് ബ്രാഞ്ചുകൾ. ഇപ്പൊ പ്ലാന്റ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് സ്പീഷീസുകളെ നമുക്ക് 5 ഫൈലംസ് ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്ലാന്റ് എന്ന് പറയുന്ന ഒരു കിങ്ഡം എടുത്തു കഴിഞ്ഞാൽ അതിന് 5 ഗ്രൂപ്പ്സ് ആക്കി തിരിക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെ ആയിരിക്കും ആ ഗ്രൂപ്പ്സ് നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പായലും പൂപ്പലും പോലുള്ള പ്ലാന്റ്സ്, ദാറ്റ് ഈസ് കിങ്ഡം ഓർ ക്ലാസ് ആൽഗെ. ഓക്കെ അല്ലേ? ഈ ആൽഗയെ തന്നെ നമുക്ക് 3 ആയിട്ട് വീണ്ടും തിരിക്കാൻ വേണ്ടി പറ്റും. 3 ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ആൽഗേസിലുണ്ട്. ഗ്രീൻ കളറിലെ ആൽഗയുണ്ട്, റെഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഗ്രീൻ ആൽഗിനെ കുറിച്ചുള്ള സ്റ്റഡീസിനെ വിളിക്കുന്ന പേരാണ് ക്ലോറോഫൈസിയെ. റെഡ് ആൽഗിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് റോഡോഫൈസിയെ. ആൻഡ് ബ്രൗൺ ആൽഗിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ഫിയോഫൈസിയെ. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്ലാസ് അതിൽ വരുന്നത് കുറച്ച് ക്രീപ്പേഴ്സ് ആയിട്ടുള്ള നിലം പതിച്ച് നിൽക്കുന്ന പായലും പൂപ്പലും കഴിഞ്ഞു. അടുത്ത ലെവൽ എന്താണ്? കുറച്ച് ക്രീപ്പ് ചെയ്തു പോകുന്ന ആളുകൾ. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റ്. ഈ ബ്രയോഫൈറ്റ്സിനെ വിളിക്കുന്ന ഒരു ഓമന പേരുണ്ട് സയൻസിൽ, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഒരു പ്ലാന്റ് സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ, പ്ലാന്റ് കിങ്ഡം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആംഫീബിയൻസ് ആണ് ആര്? ബ്രയോഫൈറ്റ്സ്. കാരണം അവര് വെള്ളത്തിനെയും കരയിനെയും അവരുടെ ലൈഫ് സയൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ജീവിക്കുന്നത് ലാൻഡിലാണെങ്കിലും ഇവരുടെ റീപ്രൊഡക്ഷൻ കാര്യങ്ങൾക്കൊക്കെ ഇവർ ആരെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്? വാട്ടർ സോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ആൻഡ് പിന്നെ വരുന്നത് കുറച്ച് ഉയർന്ന ഷ്രബ്സ് ആണ്. ഓക്കെ, വാസ്കുലാർ സിസ്റ്റംസ് ആദ്യമായി രൂപീകരിച്ച, എന്താ വാസ്കുലാർ സിസ്റ്റം? സൈലം ഫ്ലോയം വെസൽസ്. അതോടുകൂടി ആദ്യമായിട്ട് ഫോം ചെയ്ത ഒരു അഡ്വാൻസ്ഡ് ഫോം, ആൻഡ് ദാറ്റ് ഈസ് ടെറിഡോഫൈറ്റ്. ആ ബ്രാഞ്ചിലുള്ള പ്ലാന്റ്സിന്റെ സ്റ്റഡീസ് ആണ്. ഇനി അടുത്ത ബ്രാഞ്ച് ആയിട്ട് വരുന്നത് വെച്ചാൽ നേക്കഡ് സീഡുകൾ ഫോം ചെയ്യുന്നത്, സീഡ് മാത്രം ഫോം ചെയ്യുന്ന പ്ലാന്റ്സ്, ദാറ്റ് ഈസ് ജിംനോസ്പേംസ്. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി വരുന്ന ലാസ്റ്റ് സബ് ഡിവിഷൻ ആയിട്ട് പഠിക്കുന്ന എന്താണ്? ആൻജിയോസ്പേം. അതാണ് നമ്മുടെ പൂക്കളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ തരുന്ന വലിയ വലിയ ചെടികളെ കുറിച്ചുള്ള പഠനം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് ബോട്ടണിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് മൈക്രോബയോളജി. മൈക്രോബിയൽ പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ്
മൈക്രോബയോളജി. ഇതിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് പാത്തോജൻസിനെയാണ്. പാത്തോജൻസ് അഥവാ മൈക്രോബ്സ്. എന്താണ് മൈക്രോബ്സ്? നേക്കഡ് ഐ, നഗ്നമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത എല്ലാ ഓർഗാനിസത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മൈക്രോ ഓർഗാനിസംസ്. അവരെ കുറിച്ചുള്ള അവരുടെ മോർഫോളജി, അവരുടെ മെറ്റബോളിസംസ്, അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ഫങ്ഷൻസ്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഡിസീസ് കോസിങ് ഏജൻസ്, അവരുടെ സോഴ്സസ് എന്നിങ്ങനെയുള്ള A to Z കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്? മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് കിങ്ഡം മൊണീറയാണ്. കിങ്ഡം മൊണീറയുടെ പ്രത്യേകത എല്ലാ പ്രോക്യാരിയോട്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് അല്ലെ. അപ്പൊ ആരൊക്കെയായിരിക്കും? ബാക്ടീരിയ, ഫഞ്ചൈ, നമ്മളുടെ ലൈക്കൺസ്, അതുപോലെ തന്നെ വൈറസസ്, അതുപോലെ തന്നെ നമ്മളുടെ ഹെൽമിന്തസ്, പ്രോട്ടോസോവൻസ്, ഇവരെല്ലാരും തന്നെ വരുന്ന എന്തിലാണ്? ഈ ടീം മൈക്രോബയോളജിയിലാണ്. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ ബോട്ടണിയും അതേപോലെ തന്നെ മൈക്രോബയോളജി. ഇനി അടുത്ത ഒരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാട്ടമിയാണ്. എന്താണ് അനാട്ടമി? ഒരു കൈൻഡ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിന്റെ, അതിപ്പോ പ്ലാന്റ് ആകാം, അനിമൽ ആകാം, ആരാണെങ്കിലും അവരുടെ ഇന്റേണൽ ഓർഗനൈസേഷൻസ്, ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? അനാട്ടമി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് മോർഫോളജി. ഒരു സ്പീഷീസിന്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലായിട്ടുള്ള ഓർഗനൈസേഷനെ അനാട്ടമി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, ഒരു ഓർഗാനിസത്തിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള പുറമേയുള്ള രൂപത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? മോർഫോളജി. പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന്റെ മോർഫോളജിക്കൽ സ്റ്റഡീസിൽ വരുന്നത് ഫ്ലവറിനെ കുറിച്ചുള്ള പഠനം, ലീഫിനെ കുറിച്ചുള്ള പഠനം, റൂട്ട്, സ്റ്റെം, ബഡ് മുതലായവ. അനിമൽസ് ആണെങ്കിലോ ഐ, ഇയർ, സ്കിൻ, നോസ്, മൗത്ത്, ഹാൻഡ്സ്, ലെഗ്സ്, ഇങ്ങനെ നമ്മൾ പുറമെ കാണുമ്പോൾ കണ്ണുകൊണ്ട്, അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ടേം, കണ്ണുകൊണ്ട് നേരിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഔട്ടർ സർഫസ് ഓഫ് ബോഡിയുടെ ഓരോ പാർട്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? മോർഫോളജി. ആൻഡ് അടുത്തത് ഫിസിയോളജി. അനാട്ടമി വഴി നമ്മൾ കാണുന്ന ഓരോ ഇന്റേണൽ ഓർഗൻസിന്റെയും ഫങ്ഷനിങ്സ്, ഓരോ ഓർഗൻസിന്റെയും ഫങ്ഷൻസ്, ഇപ്പൊ കിഡ്നി എന്താ ചെയ്യുന്നത്, ഹാർട്ട് എന്താ ചെയ്യുന്നത്, ലിവർ എന്താ ചെയ്യുന്നത്, സെക്ഷൽ പാർട്സ് എന്താണ് ചെയ്യുന്നത്, ആ ഓരോ ഓർഗാനിസത്തിനെയും എടുത്ത് പഠിച്ച് അവരുടെ ഫങ്ഷൻസ്, മെറ്റബോളിസംസ്, അവരുടെ ഫേവറബിൾ അറ്റ്മോസ്ഫിയേഴ്സ്, അവരുടെ എലിമിനേഷൻസ് മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ഫിസിയോളജി. ആൻഡ് അടുത്തത് സൈറ്റോളജി. സൈറ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോ എന്ന് വെച്ചാൽ സെല്ലുകളുടെ പഠനം. ഓക്കെ, ഓരോ സെല്ലുകളുടെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? സെല്ലാണ്. ഈ സെല്ലുകൾ കമ്പൈൻ ചെയ്ത് ടിഷ്യൂ ആക്കുന്നു, ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂ സിസ്റ്റം ആകുന്നു, ടിഷ്യൂ സിസ്റ്റംസ് ജോയിൻ ചെയ്ത് ഓർഗൻ ആകുന്നു, ഓർഗൻസ് ജോയിൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം ആകുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു സെല്ലുലാർ ഓർഗനൈസേഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ബേസിക് യൂണിറ്റ് ആരാണ്? നോർമൽ സെല്ലാണ്. സോ ആ സെല്ലിന്റെ പഠനത്തെ വിളിക്കുന്ന പേരാണ് സൈറ്റോളജി. നെക്സ്റ്റ് വൺ ഹിസ്റ്റോളജി. ഞാൻ പറഞ്ഞു ഒരുപാട് സെൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു ഫോമാണ് എന്ത്? ടിഷ്യൂസ്. ഓരോ ടിഷ്യൂസും യുണീക്ക് ആയിരിക്കും, ഓരോ ടിഷ്യൂസിനും യുണീക്ക് ഫങ്ഷൻസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കണ്ണിലുള്ള ടിഷ്യൂസിന് നമുക്ക് വിഷൻ കാണാനാണ് സഹായിക്കുന്നത്. ആ ടിഷ്യൂസ് ചെവിയിൽ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ചെവിയിലിരിക്കുന്ന ടിഷ്യൂസ് കേൾക്കാൻ സഹായിക്കും, വായിലിരിക്കുന്ന ടിഷ്യൂസ് രുചി അറിയാൻ വേണ്ടി സഹായിക്കും, കണ്ണിലുള്ളത് കാണാൻ, സ്കിന്നിലുള്ളത് നമുക്ക് എന്തിനു സഹായിക്കും? സെൻസേഷൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഓരോ ടിഷ്യൂസും എന്താണ്? യുണീക്കാണ്. ഓരോരുത്തർക്കും ഓരോരോ സ്പെസിഫിക് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെല്ലുകളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി, ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹിസ്റ്റോളജി. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം മെയ്റ്റിംഗ് അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ. ഈ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു
വൺ സെൽഡ് ഒരു സ്റ്റേജ് ഫോം ചെയ്യും. ആ വൺ സെൽഡ് സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൈഗോട്ട്. ഈ സൈഗോട്ട് ഫർദർ ആയിട്ടുള്ള ഡിവിഷൻ വിധേയമായി കഴിയുമ്പോൾ ഒരു കുഞ്ഞു മാസ് ഓഫ് ടിഷ്യൂ ആയിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എംബ്രിയോ. ഓക്കെ, ഈ എംബ്രിയോനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് എംബ്രിയോളജി. അതായത് പ്രധാനമായിട്ടും അതിൽ വരുന്നത് എംബ്രിയോസിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജുകള്, അവർക്ക് വേണ്ട ന്യൂട്രിയൻസ്, അവരിൽ കാണിക്കുന്ന മെറ്റബോളിസംസ്, അവരെങ്ങനെയാണ് ശ്വസിക്കുന്നത്, അങ്ങനെ A to Z കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? എംബ്രിയോളജി എന്ന് പറയുന്നത്. അടുത്തത്, സയൻസിൽ തന്നെ ഒരു വസ്തു, ഇപ്പൊ ഒരു പുതിയ പ്ലാന്റോ പുതിയൊരു അനിമലോ ആരെ കണ്ടാലും സയൻസിൽ തന്നെ അവർക്കൊരു ഐഡന്റിഫിക്കേഷൻ വേണം അല്ലെ? നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി വേണം. ആ ഐഡന്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബ്രാഞ്ച് ആണ് ടാക്സോണമി. നെയിമിംഗ്, ക്ലാസിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ. ഒരു സ്പീഷീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് മാറ്റുക, ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക, ഒരു പേര് കൊടുക്കുക, നോമൻക്ലേച്ചറിങ്. ഇത് മൂന്നും നടക്കുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. അടുത്തത് ജനറ്റിക്സ്. ഹെറിഡിറ്ററി, പാരമ്പര്യം, ജനിതകം. ജനിതകത്തെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ്, ആ പഠനം ഉൾക്കൊള്ളിക്കുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക്സ്. ദെൻ പൂർവികരെ കുറിച്ചുള്ള പഠനം, ആൻസിസ്റ്ററൽ സ്റ്റഡീസിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന പഠനത്തിന് അല്ലെങ്കിൽ ആ ബ്രാഞ്ച് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എവല്യൂഷൻ. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം എവല്യൂഷന് ഏറ്റവും അധികം സഹായിക്കുന്നത് എന്താണ്? തെളിവുകള്, എവിഡൻസുകളാണ്. ഈ എവിഡൻസുകൾ നമുക്ക് ഇപ്പം ഹ്യൂമൻസിന്റെ ആണെങ്കിലും പ്ലാന്റ്സിന്റെ ആണെങ്കിലും നമുക്ക് ആ എവിഡൻസുകൾ കിട്ടുന്നത് എന്തിൽ നിന്നാണ്? ഫോസിൽസിൽ നിന്നാണ്. എന്തിൽ നിന്നാണ്? ഫോസിൽസിൽ നിന്ന്. സോ ആ ഫോസിൽ സാമ്പിളുകൾ എടുത്തിട്ട് അവരെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പാലിയോളജി. എന്താണ്? പാലിയോളജി. നെക്സ്റ്റ്, സെൽ ബയോളജി. സെൽ ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിയിൽ തന്നെയുള്ള സെല്ലുലാർ മെറ്റബോളിസത്തിനെ ഇൻക്ലൂഡ് ചെയ്ത്, അതൊരു സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫിസിയോളജി, അനാട്ടമി, മെറ്റബോളിസം, മെക്കാനിസംസ്, അതിന്റെ എൻസൈം റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെല്ലിന്റെ മെറ്റബോളിസം ആൻഡ് മെക്കാനിസത്തിനെ കുറിച്ചുള്ള എൻറ്റയർ സ്റ്റഡീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽ ബയോളജി എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് മോളിക്കുലാർ ബയോളജി. സെൽസിന്റെ അകത്ത് ഒരുപാട് മാക്രോ മൈക്രോ മോളിക്യൂൾസ് പ്രസന്റ് ആണ് അല്ലെ? സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? അവിടെയുള്ള മാക്രോ മോളിക്യൂൾസിലേക്കാണ്. നമ്മുടെ പ്രോട്ടീൻസ്, DNA, RNAs, ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററി ക്യാരി ചെയ്യുന്ന പൾസിങ് ആയിട്ടുള്ള കോമ്പണൻസുകളുടെ ഡീറ്റെയിൽഡ് സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലാർ ബയോളജി. ആ പ്രോപ്പർട്ടീസിന്റെ മോളിക്യൂൾ ബേസിസിലുള്ള സ്റ്റഡീസ്. DNA എടുത്തു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നൈട്രോജനസ് ബേസുകൾ ഉണ്ട്, അതിലൊരുപാട് ബോണ്ടിങ്സ് വരുന്നുണ്ട്. ആ സ്ട്രക്ചറിലേക്ക് പോയിട്ട് ആ ബേസുകൾ എടുത്തിട്ട് ആ ബേസുകളുടെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് മോളിക്കുലാർ ലെവലിലുള്ള സ്റ്റഡീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലാർ ബയോളജി. നെക്സ്റ്റ് വൺ, പാത്തോളജി. പാത്തോളജി പ്രധാനമായിട്ടും ഡിസീസുകളെ കുറിച്ചുള്ള പഠനം. ഒരു അസുഖം കിട്ടിക്കഴിഞ്ഞാൽ ആ അസുഖത്തിന്റെ സോഴ്സ്, സിംറ്റംസ്, അതിന്റെ മെക്കാനിസംസ്, പ്രിവെൻഷൻസ്, ട്രീറ്റ്മെന്റ്, അതിന്റെ കോസേറ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്തിൽ വരുന്നത്? പാത്തോളജിയിൽ വരുന്നത്. നെക്സ്റ്റ്, അക്കാരിയോളജി. അക്കാരിയോളജി എന്ന് വെച്ചാൽ ടിക്സ്, മൈറ്റ്സ് പോലെയുള്ള ചെറിയ ചെറിയ ഇൻസെക്റ്റുകളെ കുറിച്ചുള്ള ഡീപ് സ്റ്റഡീസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ആക്ടിനോ ബയോളജി. നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ടിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരും ഓർമ്മ വരും? നമ്മുടെ റേഡിയേഷൻസ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ തന്നെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ തന്നെ കിടക്കുന്ന ഒരാളാണ് ആര്? ഈ ആക്ടിൻസും ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സും അല്ലെ? സോ ആക്ടിനോയിഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിനോ ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആ ഒരു മെക്കാനിസത്തിന്റെ പഠനത്തെയാണ് എന്ത്? ആക്ടിനോ ബയോളജി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, അക്രോബയോളജി.
ഫ്ലൈയിങ് ഓർഗാനിസംസ്, നമ്മുടെ ഈച്ച, അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ചെറിയ വണ്ടുകള്, ബട്ടർഫ്ലൈസ് പോലുള്ള ആളുകളെ കുറിച്ചുള്ള അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസിനെ വിളിക്കുന്ന ബ്രാഞ്ച് ആണ് എന്ത്, നമ്മളുടെ ആക്രോബയോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആന്തോളജി. ഫ്ലവേഴ്സിന്റെ പാർട്സ്, അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, അവരുടെ റീപ്രൊഡക്ഷൻ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, ആന്തോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഗ്രസ്റ്റോളജി. ഗ്രസ് അല്ലെ, ഗ്രാസ്, സ്റ്റഡീസ് ഓഫ് ഗ്രാസ്. Agrostology is a branch of science deals with the studies of entire grass species in our ecosystem. Next, agronomy. Agro എന്ന് പറയുമ്പോൾ നമുക്ക് അഗ്രികൾച്ചർ ഓർമ്മ വരും അല്ലെ. സോ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ക്രോപ്പ് പ്ലാന്റ്സിന്റെ സ്റ്റഡീസ് ആണ് എന്ത്, അഗ്രോണമി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി എയ്ഡ്സിനെ കുറിച്ചും മെന്നിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് പഠനങ്ങൾ, അതാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആന്ത്രോപോളജിയിലാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൻസിസ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ പല ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്ത് പഠിക്കുന്നത്. അവരിൽ നിന്ന് നമ്മളിലേക്ക് എത്തിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. ഏകദേശം എവല്യൂഷന് സിമിലർ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണെങ്കിൽ പോലും എവല്യൂഷൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ബാക്ടീരിയോളജി. ബാക്ടീരിയാസിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, പല സ്പീഷീസ് ബാക്ടീരിയാസ് നമുക്ക് പ്രസന്റ് ആണ്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. നമ്മുടെ മിൽക്ക് കേർഡ് ആകുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ചീസ്, ഫെർമെന്റഡ് ഫുഡ്സ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആരാണ്, ഈ പറഞ്ഞ ലാബാണ്. അതേപോലെ തന്നെ നമ്മുടെ വൈൻ, ബീവറേജ് സെക്ഷനിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മൈക്രോബ്സ് ഒക്കെ പ്രസന്റ് ആണ്. അപ്പൊ അവിടെയൊക്കെ ഈ ബാക്ടീരിയസിന് വളരെയേറെ എന്തുണ്ട്, സ്വാധീനമുണ്ട്. സ്യൂഡോമോണാസ്, അതേപോലെ തന്നെ ബാസിലസ് സ്പീഷീസ്, സ്പൈറുലിന, വിബ്രിയോകോമ മുതലായിട്ടുള്ള ബാക്ടീരിയ തന്നെയുള്ള എൻറ്റയർ ബാക്ടീരിയാസിന്റെ സ്റ്റഡീസ് ആണ് എന്തിൽ പറയുന്നത്, ബാക്ടീരിയോളജിയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബാട്രക്കോളജി. ബാട്രക്കോളജി പ്രധാനമായിട്ടും പഠിക്കുന്നത് തവളകളെ കുറിച്ചുള്ള പഠനമാണ്. ഫ്രോഗിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ് എന്തിൽ പറയുന്നത്, ബാട്രക്കോളജിയിൽ പറയുന്നത്. എൻറ്റയർ ഫ്രോഗിന്റെ സ്റ്റഡീസിനെ കുറിച്ച് പറയുന്നത് എന്ത്, ബാട്രക്കോളജി. ഫ്രോഗിന്റെ മെറ്റാമറിസംസ്, അവരുടെ ലാർവൽ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റുകൾ, അവരുടെ സ്പീഷ്യസ് മെക്കാനിസംസ്. ആൻഡ് ഫ്രോഗ് കാണിക്കുന്ന ഏറ്റവും നല്ലൊരു ഡിഫൻസ് മെക്കാനിസം ആക്ടിവിറ്റി ഉണ്ട്. എന്താണ്, ക്യാമോഫ്ലേജ് ആക്ടിവിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം ഓന്ത് നിറം മാറും എന്നുള്ള കാര്യം. പക്ഷെ ഫ്രോഗ് നിറം മാറും എന്നുള്ള കാര്യം നമുക്ക് എന്തായിരിക്കും, കുറച്ച് അത്ഭുതകരമായിരിക്കും. പൊതുവെ ഫ്രോഗ്സ്, പലതരം ഫ്രോഗ്സ് ഉണ്ട്. എന്നാൽ ജനറലി കാണുന്ന ഫ്രോഗ്സ് ഒരു പെയിൽ യെല്ലോ പ്ലസ് ഒരു എന്താ പറയാ ഒലീവ് ഗ്രീൻ കളറിലൊക്കെ കാണപ്പെടുന്നത്. പക്ഷെ എന്നാൽ ഇവര് ചില സമയത്ത് ഇവർക്ക് ഈ വിന്റർ എസ്റ്റിവേഷന്റെ ഒക്കെ സമയമാകുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും, നേരെ പോയിട്ട് ഏതെങ്കിലും ഫറോസ്, മാളത്തിൽ ഒളിച്ചിരിക്കും. ആ സമയം ഈ മിട്ടി കളറിന്റെ മുകളിൽ ഈ കളേഴ്സ്, ഈ പെയിൽ ഒലീവ് ഗ്രീനെ കാണുമ്പോൾ പെട്ടെന്ന് ഇവരുടെ പ്രിഡേറ്റേഴ്സിന് ഇവരെന്ത് ചെയ്യാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിൽ നിന്നൊരു പ്രിവെൻഷൻ, ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ക്യാമോഫ്ലേജ് ആക്ടിവിറ്റി, നിറം മാറി മിട്ടി കളറായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് എന്ത്, നമ്മുടെ ബാട്രക്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബയോ കെമിസ്ട്രി. കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത്. ഒരു ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോ ഇല്ലയോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ടെസ്റ്റിങ്സ്, എല്ലാവിധ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് ഇതിൽ വരുന്നത്, ബയോ കെമിസ്ട്രിയിൽ വരുന്നത്. നമ്മുടെ ഷുഗറും പ്രഷറും ഒക്കെ ചെയ്യാൻ വേണ്ടി പോകാറില്ലേ, അതൊക്കെ ഈ പറഞ്ഞ അതുപോലെ ബ്ലഡ് സാമ്പിൾസിൽ ഹീമോഗ്ലോബിന്റെ കൗണ്ട് നോക്കാറുണ്ട്. അതേപോലെ തന്നെ സാക് ടെസ്റ്റ് വെച്ച് കൊളസ്ട്രോളിന്റെ മെക്കാനിസം ചെക്ക് ചെയ്യാറുണ്ട്, ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട്, യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സെറം ആൻഡ് സംതിങ് ലൈക്ക് അവർ ഫ്ലൂയിഡ് മെക്കാനിസംസ് ഇൻ അവർ ബോഡിയിലുള്ള ഏതൊരു സെറമാറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും അവരെ എടുത്ത് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് വഴി പഠിക്കുന്ന പഠനമാണെന്ത്, ബയോ കെമിസ്ട്രി. നെക്സ്റ്റ്, ബയോടെക്നോളജി. ഇവിടെ ബയോളജി പ്ലസ് IT ആണ് പ്രധാനമായിട്ടും വരുന്നത്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള DNA RNA വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് കുറച്ച് ഇൻഫർമാറ്റിക്സിന്റെ സഹായത്തോടു കൂടി മനുഷ്യർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഒരു ജീൻ എടുത്തിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 10 പേരുണ്ടെങ്കിൽ ഈ 10 പേരുടെയും ജീൻ മാത്രം വെച്ച് എനിക്കൊരു ബേബീനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസ്,
അതായത് എന്താ പറയാ, ജനറ്റിക്സിന്റെയും ജീനിന്റെയും പഠനത്തെക്കുറിച്ചും അതിൽ വരുന്ന വെറൈറ്റീസ് ആയിട്ടുള്ള എന്താ പറയാ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനങ്ങളെ കുറിച്ചും ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്, ബയോടെക്നോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രിയോളജി. ബ്രിയോളജി നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലാന്റ്സിലെ ഒരു ക്ലാസ് ആയിട്ടുള്ള ബ്രയോഫൈറ്റുകളെ കുറിച്ചും പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്, ബ്രിയോളജി. ദെൻ ബയോഫിസിക്സ്, ലിവിങ് ഓർഗാനിസത്തിന്റെ ഫിസിക്കൽ ആസ്പെക്റ്റുകൾ, ചില ഫിസിക്സുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരില്ലേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, ബയോഫിസിക്സ്. ദെൻ കാർഡിയോളജി, നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ടിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, കാർഡിയോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺഡ്രോളജി. കോൺഡ്രോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടിലേജുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാർട്ടിലേജ് ബോൺ, ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ബോൺസും മസിൽസ് ഒക്കെയാണ് എന്ത്, കാർട്ടിലേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഈ കാർട്ടിലേജ് ബോണിനെ കുറിച്ചുള്ള സ്റ്റഡീസിന്റെ ആ ഒരു ബ്രാഞ്ചാണ് എന്ത്, നമ്മളുടെ കോൺഡ്രോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രോമാറ്റോളജി. നമുക്കറിയാം ക്രോമാറ്റിക് പിഗ്മെന്റ്സ്. ക്രോമാറ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെന്റ്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിഗ്മെന്റ്സ് പല ടൈപ്സ് ഉണ്ട്. ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലോറോഫിൽ ആണ്, അല്ലെ. ആപ്പിളിന് റെഡ് കളർ കൊടുക്കുന്നത് ആന്തോസയാനിൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റിന് ഓറഞ്ച് കളർ കൊടുക്കുന്നത് കരോട്ടീൻ ആണ്. സാൻഡൽസിന് യെല്ലോ കളർ കൊടുക്കുന്നത് സാന്തോഫിൽ ആണ്. അപ്പൊ ഇവരെല്ലാരും എന്താണ്, ഓരോരോ പിഗ്മെന്റ്സ് ആണ്. സോ ഓരോ പിഗ്മെന്റ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യാസങ്ങളും മെറ്റബോളിസത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്, നമ്മളുടെ ക്രോമറ്റോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രേനിയോളജി. ക്രേനിയൽ സിസ്റ്റം ഇരിക്കുന്നത് എവിടെയാണ്, നമ്മളുടെ തലയിലാണ്, തലയിലുള്ള സ്കള്ളിലാണ്. ഓക്കെ, അപ്പൊ ആ സ്കള്ളിനെ കുറിച്ചുള്ള പഠനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, ക്രേനിയോളജി. നെക്സ്റ്റ് സൈറ്റോജെനറ്റിക്സ്. സൈറ്റോ സെല്ലുലാർ ആണെങ്കിൽ പോലും സൈറ്റോജെനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ദി ക്രോമസോം. ക്രോമസോമൽ സ്റ്റഡീസ് ആണ് ഇതിൽ വരുന്നത്, സൈറ്റോജെനറ്റിക്സിൽ പ്രധാനമായിട്ടും വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡെർമറ്റോളജി. എന്താണ് ഡെർമറ്റോളജി? സ്കിന്നിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജിയിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ ഡെൻഡ്രോളജി. നമ്മുടെ ഷ്രബ്സിന്റെയും ട്രീസിന്റെയും പഠനത്തെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോളജി. ദെൻ എക്കോളജി. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ താമസിക്കുന്ന എക്കോ സിസ്റ്റത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെ. ഒരു ബയോട്ടിക് ആയിട്ടുള്ള ലിവിങ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അവിടെ നമുക്ക് എന്ത് വേണം, ഒരു ലിവിങ് അറ്റ്മോസ്ഫിയർ വേണം. ഇപ്പൊ ഒരു എക്കോ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബയോട്ടിക്കും എബയോട്ടിക്കും ഫാക്ടേഴ്സ് ആണ്. ബയോട്ടിക് എന്ന് വെച്ചാൽ ജീവനുള്ള പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോബ്സ് അവരൊക്കെ. എബയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്, സൺലൈറ്റ്, ടെമ്പറേച്ചർ, സോയില്, വിൻഡ്, മോയിസ്ചർ, ഹ്യൂമിഡിറ്റി, കണ്ടൻസ് പോലുള്ള കാര്യങ്ങൾ. ഇത് രണ്ടും തമ്മിൽ ഉണ്ടായിട്ടും കാര്യമില്ല, ഇവര് തമ്മിൽ എന്ത് വേണം, ഒരു ഇന്ററാക്ഷനും കൂടി നമുക്ക് എന്ത് ചെയ്യണം, വേണം. സോ ആ ഇന്ററാക്ഷൻ വൈസ് ഉള്ള ആ ഒരു സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇക്കോളജി. ഈ ഒരു എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ഇപ്പൊ ആരായിക്കോട്ടെ, അതൊരു ബയോട്ടിക്കോ എബയോട്ടിക് ഫാക്ടർ ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ അതിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, ഇക്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റംസ് ഉണ്ട്, കുറച്ച് ഗ്ലാൻഡുകൾ ഉണ്ട്. ഓക്കെ, ഈ ഗ്ലാൻഡുകൾ ചിലപ്പോൾ ഡക്റ്റിലസ് ആയിരിക്കും, ഡക്റ്റ് ഉള്ളതായിരിക്കും. ഓക്കെ, ഈ ഡക്റ്റിലസ് ഗ്ലാൻഡുകളെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻസ് എന്ന് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്, പാരതൈറോയിഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ് പോലുള്ള ഗ്ലാൻഡുകൾ, അവരെ കുറിച്ചുള്ള പഠനം ആ ഒരു ബ്രാഞ്ചാണ് എന്ത്, എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എൻസൈംസുകളെ കുറിച്ചുള്ള പഠനമാണ്. എൻസൈംസുകളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻസൈമോളജി എന്ന് പറയുന്നത്. ഇനി ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്റമോളജി. ഓക്കെ, എന്റമോളജി. എന്റമോ വിച്ച് മീൻസ് ആൻസ് ആണ്. ഓക്കെ, ആൻസ്, സ്റ്റഡി ഓഫ് ആൻസ് ആണ് എന്ത്, എന്റമോളജി. ഇനി ഡിസീസുകളെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ എത്തിയോളജി. ആൻഡ് സ്പേസ് ബയോളജി. നമുക്ക് സ്പേസിൽ ഒരുപാട് ബയോളജിക്കൽ റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ സ്റ്റഡീസിനെ വിളിക്കുന്ന പേരാണ് എക്സോ ബയോളജി. എക്സോ വിച്ച് മീൻസ് സ്റ്റേറ്റ് ഓർ സ്പേസ്. അതായത് നമുക്ക് മീഡിയംസ് ഇല്ലാത്ത ഒരു റീജിയൻ ആണ് എക്സോട്ടിക് കണ്ടീഷൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. സ്പേസിലുള്ള ബയോളജിക്കൽ സ്റ്റഡീസ് ആണ് ഇതിൽ വരുന്നത്, നമ്മളുടെ എക്സോ ബയോളജിയിൽ വരുന്നത്. ദെൻ ഫ്ലവർ കൾച്ചർ ആണ്. ഫ്ലവർ കൾട്ടിവേഷൻ, നമ്മൾ ഫ്ലവേഴ്സിന്റെ പഠനത്തെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു, ആന്തോളജിയാണ്. ഫ്ലവർ കൾച്ചർ, എങ്ങനെ ഫ്ലവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള സ്റ്റഡീസ് ആണ് എന്ത്, ഫ്ലോറികൾച്ചർ. നെക്സ്റ്റ് ജെനറ്റിക്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഹെറിഡിറ്ററി വേരിയേഷൻസ് തമ്മിലുള്ള സ്റ്റഡീസ് ആണ്. ഇനി ഹെമറ്റോളജി.
ഹീം എന്ന് പറയുമ്പോൾ നമുക്ക് ആരും ഓർമ്മ വരും? ഹീമോഗ്ലോബിൻ. സോ ഹീമോഗ്ലോബിൻ കണ്ടീഷൻ ആരുടെ? ബ്ലഡ്. സോ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഹെമറ്റോളജി എന്ന് പറയുന്നത്. ദെൻ ഹെപ്പാറ്റോളജി, ഹെപ്പാറ്റിക് സെൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? ലിവേഴ്സിൽ. സോ ലിവറിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ് എന്ത്? ഹെപ്പാറ്റോളജിയിൽ പറയുന്നത്. ദെൻ ഹോർട്ടിക്കൾച്ചർ, ഫ്രൂട്ടിംഗ് പ്ലാന്റ്സ്, ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഹോർട്ടിക്കൾച്ചർ എന്നും വിളിക്കാം. നെക്സ്റ്റ് ഇമ്മ്യൂണോളജി. എന്താണ് ഒരു ഇമ്മ്യൂണോളജി? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ബോഡി അല്ലെങ്കിൽ ഫോറിൻ ബോഡി, അതിനൊരു ആന്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് വന്ന് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള അസുഖത്തെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കും. ആ ഇൻഫെക്ഷൻസിനെതിരെ നമ്മുടെ ബോഡി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസ്പോൺസ് ആണ് ഇമ്മ്യൂണിറ്റി. ആ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് അതിൽ വരുന്ന സെൽസ്, ആ റിയാക്ഷൻസ്, എത്ര ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്, എത്ര സമയത്തിലുള്ള അത് ഉണ്ടാകും, അതിനുമായി ബന്ധപ്പെട്ടുള്ള വാക്സിനേഷൻ കാര്യങ്ങളെ കുറിച്ചുള്ള എൻറ്റയർ ബ്രാഞ്ച്, ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്മ്യൂണോളജി. നെക്സ്റ്റ് കാരിയോളജി. നമുക്കറിയാം കാരിയോ എന്താണ്? ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന റിയാക്ഷൻസ്, അതിന്റെ പാർട്സ്, അതിന്റെ ഫങ്ഷൻസ് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ചാണ് എന്ത്? കാരിയോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൈക്കനോളജി. ആ പേരിൽ തന്നെ ഉണ്ട് ലൈക്കൺ, സ്റ്റഡീസ് ഓഫ് ലൈക്കൺസ്. എന്താണ് ലൈക്കൺസ്? ഇതൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. ആരൊക്കെ തമ്മില്? ഫംഗസും ആൽഗയും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് എന്ത്? ലൈക്കനോളജിയിൽ വരുന്ന ലൈക്കൻസിന്റെ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാമലോളജി അല്ലെങ്കിൽ മാമോളജി. ഓക്കെ, ഈ മാമോളജിയിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ മാമൽസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ്. ദെൻ മാസ്റ്റോളജി. ബ്രസ്റ്റ് പാർട്സ്, ബ്രസ്റ്റ് മിൽക്ക്, ബ്രസ്റ്റ് ഓർഗൻസിന്റെ പ്രത്യേകതകൾ, അവർക്ക് വരാനുള്ള ഡിസീസുകൾ, അവർ കാണിക്കുന്ന മെറ്റബോളിസംസ് ഒക്കെയാണ് എന്തിൽ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ മാസ്റ്റോളജി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൈക്കോളജി. മൈക്കോ സ്റ്റാൻഡ്സ് ഫോർ ഫഞ്ചൈ. ഒരു ഫഞ്ചൈ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു നമ്മൾ ഫഞ്ചൈ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ഫഞ്ചൈ കഴിക്കുന്ന ആൾക്കാരാണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ, നമ്മൾ കേക്ക്, വൈൻ, ബിയർ ഒക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവാറുണ്ട്? അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏജന്റ് ഉണ്ട്, ഒരു സെക്കാരോമൈസിസ് സെർവേസി എന്ന് പറഞ്ഞ ആള്. പേര് കേട്ടിട്ടുണ്ട്, ആളുടെ പേര് ഈസ്റ്റ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് യൂണിസെല്ലുലാർ ഫഞ്ചൈ. അതേപോലെ തന്നെ മഷ്റൂംസ്, ഓക്കെ, സ്മട്ട്, റസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്തൊരു സ്പീഷീസ് ആണ്? ഇതൊക്കെ ഒരു ഫംഗൽ സ്പീഷീസ് ആണ്. ഒരുപാട് ബ്രാഞ്ചസ് ഫംഗിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഫംഗൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി വരുന്നത് വൺ ഈസ് ആസ്കോമൈസെറ്റ്, ഒരു ബ്രാഞ്ചാണ്, മൈക്കോളജിയിൽ ഒരു ബ്രാഞ്ചാണ് ആസ്കോമൈസെറ്റ്. ദെൻ ബസീഡിയോമൈസെറ്റ്, ഡ്യൂട്ടറോമൈസെറ്റ് ആൻഡ് ഫൈക്കോമൈസെറ്റ്. ഓക്കെ, ഇതില് ഡ്യൂട്ടറോമൈസെറ്റിനെ വിളിക്കുന്ന ഒരു ഓമന പേരാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. ഓക്കെ, ഇംപെർഫെക്റ്റ് ഫഞ്ചൈ. ആസ്കോമൈസെറ്റിനെ വിളിക്കുന്നത് സാക്ക് ഫഞ്ചൈ, സാക്ക് പോലെയൊക്കെ അവർ ഇരിക്കുന്നത്. ആൻഡ് ബസീഡിയോമൈസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഷ്റൂം ഫഞ്ചൈ. അപ്പൊ ഇങ്ങനെയുള്ള ഫഞ്ചൈ ബ്രാഞ്ചസുകളെ കുറിച്ച് പഠിക്കുന്ന പഠനമാണ് എന്ത്? മൈക്കോളജി. ഇനി ആന്റിനെ കുറിച്ച് പഠിക്കുന്ന മറ്റൊരു മിർമക്കോളജി. ഓക്കെ, എന്താണ് മിർമക്കോളജി? ഉറുമ്പുകളെ പിടിച്ച് എന്റമോളജി പറയും. അതേപോലെ തന്നെ മിർമക്കോളജിയും എന്ത് തന്നെയാണ്? ആന്റിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ്. നെക്സ്റ്റ് നെഫ്രോളജി. ഈ നെഫ്രോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം നെഫ്രോൺസ്. നെഫ്രോൺസ് ബേസിക് യൂണിറ്റ് ആയിട്ട് വരുന്നത് എന്തിലാണ്? കിഡ്നീസിലാണ്, അല്ലെ? സോ കിഡ്നീസിന്റെ പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? നെഫ്രോളജി. നെക്സ്റ്റ് വൺ ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പഠനം, ദാറ്റ് ഈസ് ന്യൂറോളജി. ക്യാൻസർ ഡിസീസിനെ കുറിച്ചുള്ള പഠനം ഓൺകോളജി. എഗ്ഗിനെ കുറിച്ചുള്ള പഠനം, അതായത് നമ്മുടെ എഗ്ഗിനെ കുറിച്ചുള്ള പഠനത്തെ, നമ്മുടെ മുട്ടകളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്നവരാണ് ഊവോളജി. ആൻഡ് ഓർഗൻസിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര് ഓർഗനോളജി. ബേർഡ്സിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര് ഓർണിത്തോളജി. ആൻഡ് ബോൺസിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഓസ്റ്റിയോളജി. ആൻഡ് വേരിയസ് ഡിസീസസ് പാത്തോളജി, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇനി ഓരോ പാരസൈറ്റിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്നതാണ് പാരസൈറ്റോളജി. എന്താണ് പാരസൈറ്റ്? തലയിലെ പേനില്ലേ, അതൊരു പാരസൈറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ വന്നിട്ട് ഒരു ഹോസ്റ്റ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഹോസ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് അവരുമായി കൂട്ടുകൂടി അവരെ ചുറ്റിപ്പറ്റി വളർന്ന് അവരറിയാതെ അവരുടെ ന്യൂട്രിയൻസിനെ വലിച്ചെടുത്തുകൊണ്ട് സ്വയം നറിഷ്ഡ് ആവുകയും കയറിയിരുന്ന ഹോസ്റ്റിനെ നശിപ്പിച്ചളയുകയും ചെയ്യുന്ന ഒരു തരം സ്പീഷീസ് ആണ് എന്ത്? പാരസൈറ്റ്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മളുടെ ഇത്തിക്കണ്ണിയും മാവും. മാവിന്റെ ചുറ്റിനും ഇത്തിക്കണ്ണി പടർന്നു കയറും. മാവിനോട് കൂട്ടുകൂടി മാവ് ഇരിക്കാൻ ഇടം കൊടുക്കും. പക്ഷേ ഇത്തിക്കണ്ണി മാവിന്റെ സകല ന്യൂട്രിയൻസും വലിച്ചെടുക്കുകയും ആസ് എ റിസൾട്ട് മാവ് എന്ത് ചെയ്തു പോകുന്നു? ശോഷിച്ച് ക്ഷയിച്ച് കത്തിക്കരിഞ്ഞു പോകും.
എത്തിക്കഴിഞ്ഞ് അറസ്റ്റ് ആവുകയും ചെയ്യും അല്ലെ. ഇപ്പൊ തലയിലുള്ള പെയിൻ ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞ തലയിലുള്ള സെറം കംപ്ലീറ്റ് വലിച്ചെടുക്കുന്നു, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. പക്ഷെ പെയിനിന് അതെന്താണ് ബെനിഫിറ്റ് ആണ്, ഹ്യൂമൻസിന് അതെന്താണ് ഹാർംഫുൾ ആണ്. ഓക്കെ, അങ്ങനെയുള്ള പാരസൈറ്റുകളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് പാരസൈറ്റോളജി. നെക്സ്റ്റ് മെഡിസിൻസിനെ കുറിച്ച് പഠിക്കുന്നത് ഫാർമക്കോളജി. ആൻഡ് ആൽഗേസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ പ്ലാന്റ്സിൽ ഒരു ബ്രാഞ്ച് ആണ് എന്ത് ആൽഗെ. ആ ആൽഗേസിനെ കുറിച്ച് പഠിക്കുന്ന എൻറ്റയർ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഫൈക്കോളജി. ഇനി അക്വാട്ടിക് ഫിഷസിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര് ഫിസിക്കൾച്ചർ. ആൻഡ് നമ്മളുടെ പോൾട്രി നമ്മുടെ കോഴി, താറാവ്, അങ്ങനെയുള്ള നമുക്ക് എന്താ പറയാ ഒരു ഫൗൾ ഏജൻസി സ്മെൽസ് വരുന്ന ആ ഒരു ഫീൽഡിനെ വിളിക്കുന്ന, ആ ഒരു ഫീൽഡ് ഓഫ് റിയറിങ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് പോൾട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെയിനോളജി. റെയിനോളജി എന്ന് വെച്ചാൽ നമ്മുടെ നോസും ഓൾഫാക്ടറിയെ കുറിച്ചുള്ള പഠനം. നോസ് ഓൾഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സിന്റെയും അവരുടെ മെക്കാനിസംസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് റെയിനോളജിയിൽ പറയുന്നത്. ദെൻ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് സ്റ്റഡീസ് ഓഫ് ദി മസിൽസ്. മസിൽസിനെ കുറിച്ചുള്ള പഠനം, മസിൽ കോൺട്രാക്ഷൻസ്, മസ്കുലർ ആക്ഷൻസ്, മസിൽസിലുള്ള സെൽസ്, പ്രോട്ടീൻസ്, കാര്യങ്ങളെ കുറിച്ചും ടൈപ്സ്, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന പഠനമാണ് എന്ത് സാർക്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിൽക്ക് ഇൻഡസ്ട്രി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പട്ടുനൂൽ പുഴുവിനെ വെച്ച് പട്ടുണ്ടാക്കുന്ന ആ ഒരു ഇൻഡസ്ട്രിയാണ് സിൽക്ക് ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രീനെ നമ്മൾ, ആ ഒരു ബ്രാഞ്ചിനെ നമ്മൾ സയൻസിൽ വിളിക്കുന്ന പേരാണ് സെറികൾച്ചർ. എന്താണ് സെറികൾച്ചർ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സെറോളജി. സെറോളജി എന്ന് വെച്ചാൽ സെറം. നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെറംസ് പ്രസന്റ് ആണ്, ഒരുപാട് സെറംസ് നമുക്ക് ബോഡിയിൽ അവൈലബിൾ ആണ്. ഈ ഓരോ സെറത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡീസ് ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്ത് സെറോളജി. നെക്സ്റ്റ് വൺ സീഡ്. സീഡുകളെ കുറിച്ചുള്ളത് നമുക്ക് സ്പേം, ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസിൽ സീഡ് എടുക്കുന്നത് എന്താണ് സ്പേം ആണ്. ഓക്കെ, ഈ സ്പേംസിനെ കുറിച്ചും സീഡുകളെ കുറിച്ചും വിത്തുകളെ കുറിച്ചുള്ള, വിത്തായി നിൽക്കുന്ന എല്ലാ ബ്രാഞ്ചസുകളെ, എല്ലാ ഐറ്റംസിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്ത് സ്പെർമോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ട്രോമോളജി. ട്രോമോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു എന്താ പറയാ തിങ്കിങ് വേറെ ഇതിലേക്ക് പോകും, പക്ഷെ അതൊരു ഡീവിയേഷൻ ആണ്. ട്രോമോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൂണ്ടുകൾ, മുറിവുകളുടെ പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ട്രോമോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂറോളജി ആണ്. ഓക്കെ, യൂറോളജി എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് യൂറിനറി ഓർഗൻസിന്റെയും യൂറിന്റെയും, പ്രധാനമായിട്ട് വരുന്നത് യൂറിന്റെ കൺസിസ്റ്റൻസി, കോൺസെൻട്രേഷൻസ്, ഫോർമേഷൻസ്, അത് കുറച്ച് ഫിൽട്രേഷൻ മെത്തേഡ്സ് ഒക്കെ വേണം ഫോം ചെയ്യുന്നത്. അതും അതിന്റെ കോൺട്രിബ്യൂഷൻസ്, എത്ര എലമെന്റ്സ് വേണം, എത്ര ഡിസീസസ് അതിൽ നിന്ന് ഫോം ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്ന് പറയുന്നത് യൂറോളജി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വൈറോളജി. നമ്മുടെ വൈറസുകളുടെ പഠനം. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. നമ്മൾ വൈറസുകളുടെ പഠനം, പലതരത്തിലുള്ള വൈറസുകൾ നമുക്ക് പ്രസന്റ് ആണ്. വൈറസുകളുടെ സ്ട്രക്ചർ, വൈറസ് കോസ് ചെയ്യുന്ന മെക്കാനിസംസ്, റെപ്ലിക്കേഷൻ മെക്കാനിസംസ്, ഡിസീസസ്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്ത് വൈറോളജി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സൂഫൈറ്റോളജി. സൂഫൈറ്റോളജി എന്ന് വെച്ചാൽ ഡയറ്റംസിന്റെ പഠനത്തെ വിളിക്കുന്ന പേരാണ് സൂഫൈറ്റോളജി. അപ്പൊ എന്താണ് ഡയറ്റംസ്? ഡയറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് പ്രോട്ടിസ്റ്റ് ആണെന്ത് ഈ ഡയറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്രൈസോഫൈറ്റ് പ്രോട്ടിസ്റ്റുകളിൽ തന്നെ ക്രൈസോഫൈറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണെന്ത് ഈ പറഞ്ഞ ഡയറ്റം എന്ന് പറയുന്നത്. ഇത് ഡീപ് സീലാണ് കാണപ്പെടുന്നത്. ചിപ്പിക്കൂണൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ ഡയറ്റംസിനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഡയറ്റംസിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് സൂഫൈറ്റോളജി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ബ്രാഞ്ചസ് ഓഫ് ബയോളജീസ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഒരുപാട് ബ്രാഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും, ബേസിക് ഫീൽഡ് ആണെങ്കിലും, പ്യുവർ ഫീൽഡ് ആണെങ്കിലും, A to Z പാറ്റേണിലും എൻറ്റയർ ബ്രാഞ്ചസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു. Download the Romus Learning app.